ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തൊരു ഉറക്കം ഇത്. അർച്ചനയുടെ ഹസ്ബൻഡ് എവിടെ? ഇതുവരെ റിസൾട്ട് കൊണ്ട് ഡോക്ടറെ കാണിച്ചില്ലല്ലോ. കാണിച്ചില്ലേ? ഇല്ലല്ലോ. ഹസ്ബൻഡിനൊപ്പം ഇവർ US-ലായിരുന്നു. പക്ഷേ ഇപ്പോ സെപ്പറേറ്റ് ആണെന്ന് എന്നോട് പറഞ്ഞത്. നിങ്ങൾക്ക് നാട്ടിലുള്ള ഇവരുടെ ഫാമിലി മെമ്പേഴ്സിനെ അറിയോ? കുറച്ചൊക്കെ അറിയാം. എന്താ ഡോക്ടർ? തൽക്കാലം കുഴപ്പമില്ലാന്നേ ഉള്ളൂ. പക്ഷേ ദിവസം കഴിയുന്തോറും സ്ഥിതി വഷളാവുകയാണ്. ഈ കുട്ടിയുടെ പാരന്റ്സിനെ ഉടൻ വിവരം അറിയിക്കണം. ഒരു കാര്യം ചെയ്യ്, ഒരു 10 മിനിറ്റ് കഴിയുമ്പോ എന്റെ ക്യാബിനിലേക്ക് വരൂ. ചില കാര്യങ്ങൾ പറയാനുണ്ട്. ശരി ഡോക്ടർ. അയ്യോ, അതെ, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നേ? സർജറി കഴിഞ്ഞ് കിടക്കാന്നുള്ള ബോധം പോലും ഇല്ലേ നിങ്ങൾക്ക്? ഉള്ളിൽ എത്ര സ്റ്റിച്ച് ഉണ്ടെന്ന് അറിയോ? സ്റ്റിച്ച് പൊട്ടിപ്പോകാൻ ഇത് മതി. ഞാൻ ഹസ്ബൻഡിനെ ഒന്ന് വിളിക്കാൻ നോക്കിയതാ. പെട്ടെന്ന് ഫോൺ കയ്യിൽ നിന്ന് താഴെ പോയി. ഫോൺ ചെയ്യുന്നതൊന്നും അനുവദിക്കാൻ പറ്റില്ല. അത് റേഡിയേഷൻ പ്രോബ്ലം ഉണ്ടാക്കും. ഫോൺ അവിടെ തന്നെ ഇരിക്കട്ടെ, ഇനി എടുക്കരുതേ. ഇതൊരു സാധാരണ അവസ്ഥയാണ്. കുറച്ച് കഴിയുമ്പോൾ ബോധം തെളിയും. ഡോക്ടർ, ശരിക്കും ഇപ്പൊ എന്താ ലക്ഷ്മിയുടെ കണ്ടീഷൻ? അധികം സ്ട്രെസ് എടുക്കാനോ ഓടാനോ ചാടാനുള്ള കരുത്തൊന്നും ഇപ്പൊ ലക്ഷ്മിയുടെ ഹാർട്ടിനില്ല. കുറച്ചു നാളായിട്ട് ഇങ്ങനെയാണ്. ഓരോ ദിവസം ചെല്ലുന്തോറും ഗ്രാജുവലായിട്ട് ഹാർട്ടിന്റെ കണ്ടീഷൻ വഷളായിക്കൊണ്ടിരിക്കുക. അതൊരു ഡേഞ്ചറസ് കണ്ടീഷനാ. ആ ഒരു മയക്കത്തിൽ എല്ലാം അവസാനിച്ചെന്നും വരാം. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഡോക്ടർ, മനസ്സിലായി ഡോക്ടർ. ഇതുപോലെ ഒരു പേഷ്യന്റിനെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. മരിക്കുന്നത് വരെ സന്തോഷത്തോടെ മാത്രം ജീവിക്കണം എന്നൊരു വാശിയിലാണ് ആ കുട്ടി. പക്ഷേ എന്ത് ചെയ്യാം, ഈ കണ്ടീഷനിൽ അത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ.
ഡോക്ടർ, എന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാം ഞാൻ ചെയ്യാം. നമുക്കാർക്കും ഒന്നും ചെയ്യാനില്ല സച്ചി. മുകളിലിരിക്കുന്ന ആ വലിയ ഡോക്ടർ തീരുമാനിക്കണം എന്തു വേണമെന്ന്. ജീവൻ രക്ഷിക്കാൻ നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു ഹൃദയം ഏതുവരെ മിടിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവനാണ്, സാക്ഷാൽ ദൈവം. അവിടെ ഞങ്ങൾ ഡോക്ടർമാരെല്ലാം നിസ്സഹായരാ. എന്തായാലും താനുള്ളത് നന്നായി. തന്റെ കൂടെ ആ കുട്ടി വളരെ കംഫർട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങള് അടുത്ത സുഹൃത്തുക്കളാണ് ഡോക്ടർ. എന്തായാലും താൻ ഇവിടെ തന്നെ വേണം. അമ്മ ഇങ്ങ് തന്നെ മോളെ. അമ്മ ഇങ്ങ് തന്നെ, ഞാൻ എടുക്കാം. അയ്യോ വേണ്ട വേണ്ട, ഇങ്ങനെ കണ്ടാ മതി. ഇവള് കുഞ്ഞാണെങ്കിലും ഒക്കെ ഭാരമുണ്ട്. ഇപ്പോഴേ നിനക്ക് ഭാരമൊന്നും എടുക്കാറായിട്ടില്ല. ഞങ്ങളുടെ കൂടെ വരാൻ നല്ല കരച്ചിലായിരുന്നു. വണ്ടിയിലിരുന്ന് കരഞ്ഞു കരഞ്ഞു ഉറങ്ങിപ്പോയി. അമ്മുക്കുട്ടി, മോൾ ഉണർന്നില്ലേ? മോക്ക് അമ്മയെ കാണണ്ടേടാ. അതെ, മോക്കൊരു അനിത്യഭാവം വന്നിട്ടുണ്ട്. അവളെ കാണണ്ടേ? ഇനി ഉറങ്ങി എങ്ങനെയാ കാണാ? അച്ഛൻ മോളെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, സച്ചി ഇതുവരെ വന്നില്ലേ? റിസൾട്ടും കൊണ്ട് പോയതല്ലേ, ഇപ്പൊ വരും. ആ, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഡാ നീ അവിടെ ഇരിക്കേ. ഇപ്പൊ എങ്ങോട്ടും പോണ്ട, അവൻ ഇങ്ങ് വന്നോളൂ. ഓ, കൊച്ചുണരുന്നതിന് മുമ്പ് ആതിരയുടെ കയ്യിലെത്തിക്കണം. ഇല്ലെങ്കിൽ ഇവളെ വഴി മുഴുവൻ കരയും. അമ്മയുടെ പൊന്നുമോളെ, എന്തൊരു ഉറക്കം ഇത്. അർച്ചനയുടെ ഹസ്ബൻഡ് എവിടെ? ഇതുവരെ റിസൾട്ട് കൊണ്ട് ഡോക്ടറെ കാണിച്ചില്ലല്ലോ. കാണിച്ചില്ലേ? ഇല്ലല്ലോ. നിങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല, ഹസ്ബൻഡ് വന്നിട്ട് കഴിക്കാന്ന് കരുതിയിരിക്ക. എന്തിനാ ലേറ്റ് ആക്കുന്നേ? മരുന്ന് കഴിക്കാനുള്ളതല്ലേ? വന്ന ഉടനെ റിപ്പോർട്ടുമായി ഡോക്ടറിന്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. ശരി ശരി. സച്ചി എവിടെ പോയതാ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ.